നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ഗുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. കാട്ടാന ഭീതി വിട്ടൊഴിയാതെ ഹൈറേഞ്ച്. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ആനത്താരയിലെ കയ്യേറ്റക്കാരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. മഴ കുറയുന്നത് ഹൈറേഞ്ചിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. പെരിയാറ്റിൽ ഇനിയും നീരൊഴുക്ക് ആയില്ല. ഇടുക്കി മെഡിക്കൽ കോളേജ് നിർത്തലാക്കിയത് LDF സർക്കാരിന്റെ രാഷ്ട്രീയ പരാജയമാണെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതുവരെ സമരം ശക്തമാക്കുമെന്നും DCC പ്രസിഡന്റ്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇരട്ടിയാർ പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. കാട്ടാന ഭീതി വിട്ടൊഴിയാതെ ഹൈറേഞ്ച്. ചിന്നക്കനാൽ സിംഗകണ്ഠത്ത് കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. സിംഗകണ്ഠം സ്വദേശി നടക്കൽ സുനിൽ ജോർജാണ് ഇന്ന് വെളുപ്പിനെ മരിച്ചത്. ഹൈറേഞ്ചിൽ കാട്ടാന നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണം ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്നു. കാട്ടാനയെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഹൈറേഞ്ച് നിവാസികൾ. എന്നാൽ ഇതിനെതിരെ പ്രതിഷേധം വാനോളം ഉയർന്നിട്ടും അധികൃതർ കണ്ട ഭാവം നടിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരിക്കേറ്റിരുന്നു. സിംഗകണ്ഠം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ വിരട്ടിയോടിക്കുന്നതിനിടയിൽ കാട്ടാന സുനിലിനെ തുമ്പിക്കൈക്കുള്ളിലാക്കി ചുരുട്ടിയെറിയുകയായിരുന്നു. നിലത്ത് വീണ സുനിലിനെ ആന വീണ്ടും ആക്രമിച്ചു. ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന സിംഗകണ്ഠത്തെ ഓട്ടോ ഡ്രൈവറായ സുനിൽ ഇന്ന് മരണത്തിന് കീഴടങ്ങി. ഇനിയും അധികൃതർ കണ്ണു തുറന്നില്ലെങ്കിൽ നിരവധി പേരുടെ ജീവനായിരിക്കും കാട്ടാനയെടുക്കുക. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് മഞ്ഞക്കുഴി മുതുവാക്കുടിയിൽ കാട്ടാന ആക്രമണത്തിൽ 2 വീടുകൾ തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആക്രമണമുണ്ടായത്. കഴിഞ്ഞ 7-ാം തീയതി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ B ഡിവിഷനിൽ കാട്ടാന ആക്രമണത്തിൽ വീട് തകർന്നിരുന്നു. തുടർന്ന് വീണ്ടും കഴിഞ്ഞ ദിവസം മഞ്ഞക്കുഴി ജനവാസ മേഖലയിലെത്തിയ ചില്ലിക്കൊമ്പൻ മുതുവാൻകുടിയിലെ 2 വീടുകൾ തകർത്തു. ആദിവാസികളായ G മുരുകന്റെ സ്റ്റോറിനോട് ചേർന്ന് മണ്ണും കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച വീടാണ് തകർത്തത്. 46 വർഷക്കാലമായി ഇവിടെ താമസിച്ചു വരുന്നതാണ്. എന്നാൽ 2 വർഷക്കാലമായി ജീവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കാട്ടാന ശല്യമാണെന്ന് മുരുകൻ പറയുന്നു. ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. മുരുകന്റെ വീട് കൂടാതെ പാണ്ഡ്യയുടെ വീടും കാട്ടാന തകർത്തു. പാണ്ഡ്യയുടെ വീട് പൂർണ്ണമായും തകർത്ത അവസ്ഥയിലാണ്. കാട്ടാന ആക്രമണം നിത്യസംഭവമായതോടെ ഇവർ രാത്രികാലങ്ങളിൽ മുതുവാക്കുടിയിലെ ബന്ധുവീടുകളിലാണ് അന്തിയുറങ്ങുന്നത്. രാത്രികാലങ്ങളിൽ വീടുകളിൽ ആളുകളില്ലാതെ വരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. തുടർച്ചയായി കാട്ടാന ആക്രമണം ഉണ്ടാകുമ്പോഴും DFO അടക്കമുള്ള വനപാലകരെ വിവരമറിയിച്ചിട്ടും നാളിതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് രാജകുമാരി പഞ്ചായത്ത് പ്രസിഡന്റ് PT എൽദോ പറഞ്ഞു. ആനകരി തകർത്ത സ്ഥലമാണ് നമുക്ക് നിൽക്കുന്നത്. തുടർച്ചയായി പല പ്രാവശ്യമായി ആന നമ്മളെ ശല്യം ചെയ്യുന്നു. പല ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ DFO അടക്കമുള്ള ആളുടെ അറിയിച്ചതിൽ പോലും യാതൊരു നടപടി ഉണ്ടാകുന്നില്ല. കാട്ടാന ആക്രമണത്തിൽ തകർന്ന വീടുകൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാട്ടാനയെ തുരത്താനുള്ള വനംവകുപ്പിന്റെ പദ്ധതികളെല്ലാം വൻ പരാജയം. ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാന ഇറങ്ങിയാൽ മുന്നറിയിപ്പ് നൽകാൻ വനംവകുപ്പ് ആരംഭിച്ച മെസ്സേജ് അലർട്ട് സംവിധാനവും സൗരോർജ്ജ വേലിയും ഫലപ്രദമാകുന്നില്ല. കാട്ടാന ജനവാസ മേഖലയിലെത്തിയാൽ പ്രദേശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ടവറിന് മുകളിൽ ചുവപ്പ് ലൈറ്റ് തെളിയുമെന്നും പ്രദേശത്തുള്ളവരുടെ മൊബൈലിലേക്ക് SMS വരുമെന്നുമാണ് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കരിമുട്ടി ഭാഗത്ത് വനംവകുപ്പ് സ്ഥാപിച്ചിരിക്കുന്ന ടവറിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ കാട്ടാന ഇറങ്ങി കരിമുട്ടി സ്വദേശി ചിന്നാർ റിസോർട്ട് ഉടമയുമായ ജോയുടെ വീട്ടുവളപ്പിലും ഈ പ്രദേശത്ത് താമസക്കാരനായ ഉടയാറിന്റെ വീട്ടുവളപ്പിലും കൃഷിയിടത്തിലും നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടും ഈ ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ടവറിൽ ലൈറ്റ് തെളിയുകയോ SMS സന്ദേശം ലഭിക്കുകയോ ചെയ്തില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാന പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന വിവരം മറയൂർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജോയ് നേരിട്ടറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വനംവകുപ്പ് ഏർപ്പെടുത്തിയ SMS സംവിധാനം വഴി യാതൊരു മുന്നറിയിപ്പും നാട്ടുകാർക്ക് ലഭിക്കാത്തതാണ് പദ്ധതി പരാജയമെന്ന് പറയാൻ കാരണമായത്. എലിഫന്റ് വാർണിംഗ് സിസ്റ്റം കൊണ്ട് എല്ലാവർക്കും SMS വരികയും ആനയുടെ വരവെല്ലാം അറിയിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതേവരെ ഒരു പ്രയോജനവും കിട്ടിയിട്ടില്ല. എനിക്ക് പേഴ്സണലി ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല. ഒരു ദിവസം ആന വന്നപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു 50,000 രൂപ നഷ്ടം
ഉണ്ടായിട്ടുണ്ട്. അതും എൻ്റെ ബിൽഡിങ്ങിൻ്റെ അകത്താണ് ഉണ്ടായത്. കൃഷിയുടെ നാശം കൂടാതെ ബിൽഡിങ്ങിലേക്ക് ഉണ്ടാക്കിയ നാശം മാത്രം അത്രയും മതി. പ്രദേശത്ത് ആദ്യഘട്ടമെന്ന നിലയിൽ മറയൂർ ബാബുനഗർ കോളനിക്ക് സമീപം ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ അരികിലായിട്ടാണ് ടവർ സ്ഥാപിച്ചത്. കാട്ടാന ഇറങ്ങുന്ന പ്രദേശങ്ങളിലെ പൊതുജനങ്ങളുടെ സഹകരണത്തോടെയായിരുന്നു പദ്ധതി. 3 ഗ്രൂപ്പുകളായാണ് പ്രവർത്തനങ്ങൾ. റെസ്പോൺസ് ടീം, എലിഫന്റ് ഇൻഫർമേഷൻ ഗ്രൂപ്പ്, പ്രദേശവാസികളുടെ കൂട്ടായ്മ എന്നിങ്ങനെയാണിവ. പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരും കൂട്ടായ്മയിൽ ഉൾപ്പെടും. പ്രദേശത്തെ മറയൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഏകോപന കേന്ദ്രം. കാട്ടാന പതിവായി ഇറങ്ങുന്ന മേഖലകളിൽ നിന്ന് ജനങ്ങളുടെ ഫോൺ നമ്പറുകൾ ഏകോപന കേന്ദ്രവുമായി ബന്ധിപ്പിക്കും. ഫോൺ നമ്പർ രേഖപ്പെടുത്തിയ ആരെങ്കിലും ഏകോപന കേന്ദ്രത്തിലെ നമ്പറിലേക്ക് വിളിക്കുന്നതോടെ ഇവിടെ നിന്നും ബന്ധപ്പെട്ട മേഖലയിലുള്ളവർക്ക് സന്ദേശം കൈമാറുകയാണ് ചെയ്യുക. പക്ഷേ ഇതൊന്നും കാട്ടാന കരിമുട്ടി ഭാഗത്തെ കൃഷിയിടങ്ങളിൽ ഇറങ്ങി നാശം വിതച്ചപ്പോൾ കാണാൻ കഴിഞ്ഞില്ല എന്നു മാത്രം. ചിന്നാർ വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങളുടെ സംരക്ഷണത്തിനായി സൗരോർജ്ജ വേലി വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പദ്ധതി നടത്തിപ്പിലെ അശാസ്ത്രീയതയും ക്രമക്കേടും കാരണം ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച സൗരോർജ്ജ വേലി കർഷകർക്കും പ്രദേശവാസികൾക്കും പ്രയോജനമില്ലാതായി. മറയൂരിലേതിന് സമാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രാജാക്കട ചിന്നക്കനാൽ മേഖലയിലും ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വൻ നാശനഷ്ടമുണ്ടായ സാഹചര്യത്തിൽ പ്രദേശവാസികൾ സമരം നടത്തുകയും അതിന് പരിഹാരമായി വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിഹാരമാർഗം ഇത്തരത്തിലുള്ള എലിഫന്റ് എയർലി വാർണിംഗ് സിസ്റ്റവും SMS സംവിധാനവും സൗരോർജ്ജ വേലിയും സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് സ്ഥാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് വൻ പരാജയമാണെന്ന് അറിഞ്ഞിട്ടുകൂടി വനംവകുപ്പ് ജനങ്ങളുടെ കണ്ണിൽ മണ്ണുവാരിയിടുവാനാണ് ശ്രമം നടത്തിവരുന്നത്. കാട്ടാന ആക്രമണം തുടർക്കഥയായി മാറുമ്പോഴും ആനത്താരയിലെ കയ്യേറ്റക്കാരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. കാട്ടാന ആക്രമണത്തിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശാന്തൻപാറ പോസ്റ്റ് ഓഫീസ് പടിക്കൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാട്ടാന ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളെ കൂട്ടിയിണക്കി നടപടി സ്വീകരിക്കുവാൻ സർക്കാരിന് കഴിയാത്തത് ഭരണപരാജയമാണെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. 6 മാസക്കാലമായി ഒരു തെറി പോലും ഒരു വ്യത്യാസം പോലുമില്ലാതെ ജനജീവിതം സുരക്ഷിതമാക്കുന്ന തരത്തിലുള്ള ഒരു മുൻകരുതലും എടുക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭരണ തകർച്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആനത്താരയിലടക്കം വൻകിട കയ്യേറ്റങ്ങൾ നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഇത്തരം കയ്യേറ്റക്കാരെ സംരക്ഷിക്കാനാണ് ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നും ഡീൻ ആരോപിച്ചു. വന്യജീവികൾ അവർ സഞ്ചരിക്കുന്ന പാതയിൽ അതെല്ലാം കയ്യേറ്റ ഭൂമിയാക്കി മാറ്റിക്കൊണ്ട് വൻകിട കയ്യേറ്റ മാഫിയ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ എല്ലാ ഒത്താശയും അവർക്ക് ലഭിക്കുന്നുണ്ട്. MMണിയാണ് അതിനെല്ലാം പൂർണ്ണ സംരക്ഷണവും നൽകുന്നത് എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്, യഥാർത്ഥ സത്യമാണ്. ശാന്തൻപാറയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് KS അരുൺ അധ്യക്ഷത വഹിച്ചു. ശാന്തൻപാറ മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ, ഇടുക്കി DCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സേനാപതി വേണു, MN ഗോപി, നേതാക്കളായ ബെന്നി തുണ്ടത്തിൽ, S വനരാജ്, മുരുകപാണ്ടി, PT എൽദോ, ബെന്നി കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു. മഴ കുറയുന്നത് ഹൈറേഞ്ചിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. ജില്ലയിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ പെരിയാറ്റിൽ ഇനിയും ആവശ്യത്തിന് നീരൊഴുക്ക് ആയിട്ടില്ല. ജൂൺ മാസം ആദ്യവാരം തന്നെ കാലവർഷം എത്തിയിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മഴയില്ലാതായി. ഇത് ഹൈറേഞ്ചിലെ ജലസ്രോതസ്സുകളിൽ വെള്ളം ഒഴുകിയെത്താത്ത അവസ്ഥ സൃഷ്ടിച്ചു. കർഷകരെയും ആശങ്കയിലാഴ്ത്തി. ജില്ലയിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ് പെരിയാർ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജൂൺ മാസം പകുതിയാവുമ്പോൾ തന്നെ പെരിയാർ നിറഞ്ഞു കവിയുന്നതാണ്. എന്നാൽ ഇപ്പോൾ അരുവിയുടെ രൂപത്തിൽ ഒഴുകാനുള്ള വെള്ളം മാത്രമാണ് പെരിയാറ്റിലുള്ളത്. പെരിയാറിന്റെ വിദൂര കാഴ്ചയിൽ മൊട്ടക്കുന്നുകളും പാറക്കെട്ടുകളും മാത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നദികളിലും പുഴകളിലും ഒക്കെ ഉണ്ടാകുന്ന വെള്ളം ജലസ്രോതസ്സുകളിലൂടെ കടന്നു വന്ന് ആ വെള്ളം നമ്മുടെ ഡാമുകളിൽ സംഭരിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ വൈദ്യുതി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു ആശാസ്യമായ അവസ്ഥ ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ വ്യതിയാനം കണക്കിലാക്കുമ്പോൾ ഇപ്പോഴും 32 ഡിഗ്രിക്ക് മുകളിൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥിതിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം അന്തരീക്ഷത്തിൽ ആഗോളതലത്തിലുണ്ടാകുന്ന ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമാണോ എന്ന് നമ്മളിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ നിബിഡമായി മഴ പെയ്ത് നമുക്ക് സുലഭമായി ജലം ലഭിക്കുന്നില്ല എങ്കിൽ അടുത്ത് വരാൻ പോകുന്ന ഒരു വേനലെന്ന് പറയുന്നത് കൊടിയ വരൾച്ചയും ദുരിതവും കുടിവെള്ളത്തിന് പോലും കഴിയാത്തൊരവസ്ഥയുണ്ടാകും. തീർച്ചയായും ഇത് നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ടതാണ്. മഴ കുറഞ്ഞതിനാൽ ഹൈറേഞ്ചിലെ കിണറുകളിലും കുളങ്ങളിലും ഇനിയും കുടിവെള്ളം എത്തിയിട്ടില്ല. പുതുകൃഷിക്കായി കാത്തിരുന്ന കർഷകരെയും മഴ ചതിച്ചിരിക്കുകയാണ്. നദികളിലും പുഴകളിലും വെള്ളമെത്താതിരിക്കുന്നതിനാൽ ഡാമുകളിലേക്കും ആവശ്യത്തിന് വെള്ളമെത്താത്തത് വൈദ്യുതി പ്രതിസന്ധിക്കും കാരണമാകും. മഴ കുറയുന്നതിനാൽ ഹൈറേഞ്ചിലെ കാർഷിക മേഖലയാകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ചെറുകിട കർഷകരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജ് നിർത്തലാക്കിയത് LDF സർക്കാരിന്റെ രാഷ്ട്രീയ പരാജയമാണെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ
ജില്ലയിലെ കർഷകരുടെ യാതൊരു കാര്യത്തിലും ഇടപെടുന്നില്ലെന്നും ഇബ്രാഹിംകുട്ടി പറഞ്ഞു. UDF സർക്കാർ ആരംഭിച്ച ഇടുക്കി മെഡിക്കൽ കോളേജ് അട്ടിമറിച്ചത് LDFന്റെ രാഷ്ട്രീയ പരാജയമാണെന്നും ഇബ്രാഹിംകുട്ടി പറഞ്ഞു. ഇതിനെതിരെ ശക്തമായ സമരം ആരംഭിക്കാനാണ് UDFന്റെ തീരുമാനം. ഒരു ഗവൺമെന്റ് മെഡിക്കൽ കൗൺസിലിന് മുമ്പാകെ ഇതിന്റെ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടാൽ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള നടപടികളുമായി മുമ്പോട്ട് പോകേണ്ടതായി വരുമെന്നുള്ളതുകൊണ്ട് സംസ്ഥാന മന്ത്രിസഭ ചെയ്തത് കടും കൈയായി പോയി. കാരണം ഒരു സത്യവാങ്മൂലം കൊടുത്തുകൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ഇപ്പോൾ ഇല്ല, അത് സ്വാഭാവികമായി അവസാനിച്ചിരിക്കുന്നുവെന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്ന സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. UDFന്റെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ജില്ലയിലെ പാവപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി തുടങ്ങിയ മെഡിക്കൽ കോളേജിനെ ആ മെഡിക്കൽ കോളേജ് തിരികെ സ്ഥാപിക്കുന്നതിന് വരെയുള്ള വമ്പിച്ച സമരത്തിന് നമ്മൾ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ദരിദ്ര രാജ്യമായ സോമാലിയയിലൂടെ കേരളത്തെ ഉപമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കാലം കരുതി വെച്ച മറുപടിയാണ് കൊച്ചി മെട്രോ റെയിലെന്നും ഇബ്രാഹിംകുട്ടി കുറ്റപ്പെടുത്തി. UDF സർക്കാർ തുടങ്ങിവെച്ച വൻ പദ്ധതികളുടെ ഉദ്ഘാടന മാമാങ്കം നടത്താനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്നും ഇബ്രാഹിംകുട്ടി പറഞ്ഞു. ഇന്ദിര ജന്മശതാബ്ദത്തോടനുബന്ധിച്ചുള്ള കുടുംബസംഗമങ്ങളുടെ നടത്തിപ്പിനായി 18-ാം തീയതി 5 മണിക്ക് കാഞ്ചിയാറിലും 19-ന് 6 മണിക്ക് കട്ടപ്പനയിലും 20-ന് 2 മണിക്ക് കൊന്നത്തടിയിലും 4 മണിക്ക് കാമാഷിയിലും 21-ന് 11 മണിക്ക് വാത്തിക്കുടിയിലും മണ്ഡലം ജനറൽ ബോഡി യോഗങ്ങൾ ചേരും. കട്ടപ്പനയിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് മനോജ് മുരളി അധ്യക്ഷനായിരുന്നു. നേതാക്കളായ തോമസ് രാജൻ, ST അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് KJ ബെന്നി, ജെയ്സൺ K ആന്റണി, ജോയ് ഏഴക്കുന്നേൽ, ജോയ് തോമസ്, തോമസ് മൈക്കിൾ, ജോസ് മുത്തനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇരട്ടിയാർ പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. തൊഴിലാളികളുടെ വേതനം നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 2500 തൊഴിലാളികൾക്കായി 1.25 കോടിയോളം രൂപയാണ് ലഭിക്കാനുള്ളത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഈ സാഹചര്യത്തിൽ പ്രതികൂല കാലാവസ്ഥ പോലും അവഗണിച്ച് തൊഴിൽ ചെയ്ത തൊഴിലാളികൾക്ക് വേതനം ഇല്ലെന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയ അതേ ദിവസം ഉപരോധം നടത്തിയത്. ഇരട്ടിയാർ പോസ്റ്റ് ഓഫീസ് പടിക്കൽ നടന്ന ഉപരോധ സമരം പഞ്ചായത്ത് പ്രസിഡന്റ് ആനിമ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല രീതിയിൽ പണിയെടുത്തു വന്ന നമ്മുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ ഉള്ള പ്രതിഷേധമാണ് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, വേല ചെയ്തവന് കൂലി കൊടുക്കുക എന്നുള്ളത് ന്യായമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ നവംബർ മാസം മുതൽ 6 മാസക്കാലത്ത് ഏതാണ്ട് 1.25 കോടി രൂപ 2500ഓളം തൊഴിലാളികൾ പ്രതികൂല സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് തൊഴിലെടുത്ത ആ കൂലിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മുടെ ന്യായമായ ആവശ്യം മാത്രമാണത്. ഇരട്ടിയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാരെ പോസ്റ്റ് ഓഫീസ് പടിക്കൽ പോലീസ് തടഞ്ഞു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 1000-ലധികം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് UPA ഗവൺമെന്റ് തുടങ്ങിയതാണ് തൊഴിലുറപ്പ് പദ്ധതി. ഈ പദ്ധതി അട്ടിമറിക്കുന്നതിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പ്രവർത്തകർ ആരോപിച്ചു. ഉപരോധ സമരത്തിന് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ഇലിപ്പുലിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി അരിപ്പറമ്പിൽ, PV ഷാജി, PR ശ്രീകല, പ്രിയ രവീന്ദ്രൻ, മാത്യു തോമസ്, KD രാജു, ലാലിച്ചൻ, റാണി ജോസഫ്, മോളി രാജൻ, സാലി തോമസ്, ലീലാമ ജോസ്, ജാൻസി ചാർലി എന്നിവർ പങ്കെടുത്തു. തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള വേതനം അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ ഒപ്പിട്ട നിവേദനം പ്രധാനമന്ത്രിക്ക് നൽകുമെന്നും പ്രവർത്തകർ പറഞ്ഞു. അടിമാലി പൊളിഞ്ഞ പാലത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സൂര്യനഗർ കവലയിൽ പുതിയ ലോണ്ടറി നിർമ്മിക്കാനായി അനധികൃത മണ്ണെടുപ്പ് തുടരുന്നു. നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പരിസരവാസികളുടെ സമ്മതപത്രമില്ലാതെയാണ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ലോണ്ടറി നിർമ്മാണം നടക്കുന്നത്. ചരലും പാറയും നിറഞ്ഞതാണ് ഇവിടുത്തെ ഭൂപ്രദേശം. വെള്ളം യാതൊരു വിധത്തിലും മണ്ണിനടിയിലേക്ക് വലിഞ്ഞു പോകാൻ ഇടയില്ല. ലോണ്ടറി തുടങ്ങിയാൽ അഴുക്കുവെള്ളം, കെമിക്കൽ, സോപ്പ് പൊടി എന്നീ മലിനവസ്തുക്കൾ ഒഴുകി പരിസരം മലിനമാകും. പരിസരത്ത് താമസിക്കുന്ന 40 കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പൊതുകിണർ മലിനമാകുമെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. പറഞ്ഞ് ഞങ്ങളുടെ ഈ പ്രദേശത്ത് വന്ന് കുറച്ചു കാലമായിട്ട് മണ്ണെടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു. അത് വീട് പണിയാനായിരുന്നില്ല, ലോണ്ടറി വരാൻ വേണ്ടിയായിരുന്നു അവരത് ചെയ്തുകൊണ്ടിരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ 10-40 കുടുംബങ്ങൾ വെള്ളത്തിന് ആശ്രയിക്കുന്ന ഒരു കിണറേ ഉള്ളൂ. ആ കിണർ മലിനമാകും. ഇവിടുത്തെ നിവാസികൾക്ക് കുടിവെള്ളത്തിനും ആ കുടിവെള്ളത്തിൽ കെമിക്കൽ ചേർന്ന് കുഞ്ഞു കുട്ടികൾക്ക് വരെ രോഗങ്ങൾ ബാധിക്കാൻ ഇടവരുന്നതുകൊണ്ട് പ്രദേശവാസികളാകെ ആകുലചിത്തരാണ്. മാലക്ക് കമ്പനി കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് ഉണ്ടാകുന്ന അഴുക്കുകളെല്ലാം ഇവിടെ വെള്ളം താഴാൻ പ്രയോജനമായ ഒരു സ്ഥലമല്ല, പാറയാണ് അടിയിൽ. അതുപോലെ തന്നെ ഈ വെള്ളം തോട്ടിലേക്ക് ഒഴുകും. ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. കുടിവെള്ളത്തിൽ ഇതിന്റെ മാലിന്യങ്ങൾ കലരും.
അടിമാലി പോലീസിനും ആരോഗ്യ വിഭാഗത്തിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും പഞ്ചായത്തിനും വില്ലേജ് ഓഫീസിലും കളക്ടർക്കും പ്രദേശവാസികൾ പരാതി നൽകി. 100-ലധികം കുടുംബങ്ങളുടെ സ്വൈര്യജീവിതത്തിന് വിഘാതമാകുന്ന ലോണ്ടറിയുടെ നിർമ്മാണം തടയണമെന്നാണ് ഇവരുടെ ആവശ്യം. മിസിൽസ് റൂബെല്ല വാക്സിനേഷൻ ക്യാമ്പയിൻ കട്ടപ്പനയിൽ നടന്നു. അധ്യാപകർക്കായി സംഘടിപ്പിച്ച സെമിനാർ നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആഗസ്റ്റ് മാസത്തിൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന മിസിൽസ് റുബെല്ല ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂൾ പ്രിൻസിപ്പൽമാർ, ഹെഡ്മാസ്റ്റർമാർ, അധ്യാപകർ എന്നിവർക്കായി നടത്തുന്ന ക്യാമ്പയിനാണ് കട്ടപ്പന ടൗൺ ഹാളിൽ നടന്നത്. 9 മാസം മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഓരോ ഡോസ് മീൽസ് റുബെല്ല വാക്സിൻ നൽകുന്നതിനുള്ള പദ്ധതികൾ ജില്ലാതലത്തിൽ നടപ്പാക്കി വരുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടന്നുവരികയാണ്. സ്കൂളുകൾ, അംഗൻവാടികൾ, ഡേ കെയറുകൾ, ഓർഫനേജുകൾ എന്നിവിടങ്ങളിലാണ് വാക്സിനേഷൻ നൽകുന്നത്. ചെമ്പകപ്പാറ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീപ്രിയ അധ്യാപകർക്ക് ക്ലാസ് നയിച്ചു. നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 വർഷം കൊണ്ട് 41 കോടി കുട്ടികളെയാണ് വാക്സിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം നമ്മുടെ നാട്ടിൽ മീസിൽസ് എന്ന് പറയുന്നതും റുബെല്ല എന്ന് പറയുന്നതും വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. ചെറിയൊരു പനിയും റാഷും മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുന്നത്. അത് ചിലപ്പം നമ്മളുടെ ഇടുക്കി ജില്ലയിലുള്ള ജനങ്ങളുടെ ഇടയ്ക്ക് അത് ഒരുപാട് കുട്ടികൾക്ക് വരുന്നുണ്ടാവും. പക്ഷെ അത് ശ്രദ്ധിക്കപ്പെടുന്നത് എപ്പോഴാണ്? മീസിൽസ് വന്ന് ശ്രദ്ധിക്കപ്പെടുന്നത് മീസിൽസിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോഴാണ്. കുറച്ച് കുട്ടികളിൽ അത് തലച്ചോറിനെ ബാധിക്കുന്നു, പിന്നീടാണ് ബാധിക്കുന്നത്. തലച്ചോറിനെ ബാധിക്കുകയും ഡയറിയ മൂലമുള്ള മരണവും അല്ലെങ്കിൽ ന്യൂമോണിയ മൂലമുള്ള മരണവുമാണ് ഉണ്ടാകുന്നത്. ഉദ്ഘാടന യോഗത്തിൽ ഉപ്പുതറ CHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന DEO പ്രസന്നകുമാരി, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് മൈക്കിൾ, മുനിസിപ്പൽ കൌൺസിലർ ട്രെസി ജോർജ്, ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ തങ്കച്ചൻ ആന്റണി, DPHN ജൂലിയറ്റ്, ഹെൽത്ത് ഇൻസ്പെക്ടർ PM ഫ്രാൻസിസ്, ബ്ലോക്ക് കോർഡിനേറ്റർ ജയമോൾ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറ വട്ടപ്പതാൽ വെള്ളപ്പതാൽ നിവാസികൾക്ക് യാത്രാക്ലേശം രൂക്ഷം. 100 വർഷം പഴക്കമുള്ള റോഡാണ് അധികൃതരുടെ അവഗണനയിൽ ഗതാഗതയോഗ്യമല്ലാതായി കിടക്കുന്നത്. ഉപ്പുതറ പഞ്ചായത്തിൽ ആദ്യമായി കുടിയേറ്റം നടന്ന പ്രദേശങ്ങളാണ് വട്ടപ്പതാൽ വെള്ളപ്പതാൽ പ്രദേശങ്ങൾ. 104 വർഷം മുമ്പാണ് ഇവിടെ റോഡുണ്ടാകുന്നത്. എന്നാൽ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഈ റോഡ് ഗതാഗതയോഗ്യമാക്കാനായിട്ടില്ല. ആദ്യം നടപ്പാതയായിരുന്നു. പിന്നെ നാട്ടുകാരുടെ പരിശ്രമം കൊണ്ടാണ് ഈ റോഡ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത്. വല്ലപ്പോഴും പഞ്ചായത്തിൽ നിന്ന് ആളെ വിട്ട് ഈ റോഡിൻ്റെ ഈ സ്ഥിതിക്ക് ഒരു ചെറിയ മാറ്റം അവർ നന്നാക്കി ഇങ്ങനെ പോകും. എന്നാൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾ പലപ്പോഴും പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ശരിയായ നിലയിൽ ഇതിൻ്റെ ഒരു മാധ്യമം കാണാൻ ഞങ്ങൾ വളരെയേറെ കൊതിക്കുകയാണ്. 100 കണക്കിന് സ്കൂൾ കുട്ടികളും യാത്രക്കാരും കടന്നുപോകുന്ന റോഡാണ് കാട്ടുപാതയ്ക്ക് സമാനമായ രീതിയിൽ കിടക്കുന്നത്. മാറി മാറി വരുന്ന ജനപ്രതിനിധികളോടും റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ നാളിതുവരെ നടപടികളൊന്നും ഉണ്ടായില്ല. കാനകളില്ല, സെൻറ്റർ വഴി വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂൾ കുട്ടികളെയും കയറ്റിക്കൊണ്ട് ഓട്ടോയൊക്കെ പോകുന്ന കണ്ടാൽ അതിഗുരുതരമായ രീതിയിലാണ് അവരുടെ പോക്കും വരവും. പോരാട്ടി കഴിഞ്ഞ ദിവസം കൂടെ ഓട്ടോ ഒന്ന് മറിയുകയും ചെയ്തു. ഇതിങ്ങനെ കാലാകാലങ്ങളിൽ ഏത് ഭരണകൂടം വന്നെന്ന് പറഞ്ഞാലും ഇത് തന്നെ ഇവിടുത്തെ ഈ അവസ്ഥ. ഇത് കഴിഞ്ഞതിന് ശേഷം പല റോഡുകളും ഇവിടെ ടാറിങ് ചെയ്യുകയും ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ റോഡിനോടൊരു അവഗണനയാണ് ഇത്രയേറെ. 6 മാസം മുമ്പ് റോഡിന് 30 ലക്ഷം രൂപ അനുവദിച്ചതായി അറിയിക്കുകയും റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. നല്ല റോഡില്ല. ഈ പിള്ളേർക്കാണെങ്കിൽ ഓട്ടായി വരുന്നത്. ഓട്ടായി ഏത് സമയം താഴെപ്പം പിള്ളേർക്ക് അതിലാണ് മലപ്പൂര് ജീവിതക്കാർക്ക് അവിടെ ദയനീയമായ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ഈ റോഡ് കൊണ്ടുവരണം, അത്യാവശ്യമായിട്ട് ആവശ്യമാണ്. ഗതാഗതയോഗ്യമുള്ള റോഡില്ലാതിരുന്നതിനാൽ യഥാസമയം ആശുപത്രിയിലെത്തിക്കാൻ കഴിയാതിരുന്നത് മൂലം ഒരു യുവാവിന്റെ ജീവൻ പൊലിയാൻ കാരണമായിരുന്നു. ഒരു രോഗിയെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ അതിന് ഒരു വണ്ടിക്കാരെ വിളിച്ചാൽ ഒരു വരിയല്ല. സന്ധ്യ കഴിഞ്ഞാൽ വണ്ടിക്കാർ പറയുന്നത് അയ്യോ ഞങ്ങൾക്ക് പറ്റിയല്ലെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ ചുമന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ആരും വിളിച്ചാൽ ജീവനെ പേടിച്ചാലും വരികയില്ല. എല്ലാ ഓട്ടോക്കാർക്കും വരാൻ താല്പര്യമുണ്ട്. വഴിയുടെ അവസ്ഥ ഇതാ. അടിയന്തരമായി റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിലെ പത്തിച്ചേൻ പ്രദേശത്തെ കൈവശ ഭൂമിക്കാരുടെ യോഗം നാളെ മാട്ടുക്കട്ടയിൽ നടക്കും. രാവിലെ 11 മണിക്ക് ന്യൂസാഗർ ഓഡിറ്റോറിയത്തിലാണ് യോഗം നടക്കുന്നത്. കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിലെ കുടിയേറ്റ കർഷകരുടെ പട്ടയ പ്രശ്നം യാഥാർത്ഥ്യമാക്കുന്നതിലേക്കായാണ് നാളെ രാവിലെ 11 മണിക്ക് മാട്ടുക്കട്ട ന്യൂസാഗർ ഓഡിറ്റോറിയത്തിൽ വെച്ച് പത്തിയേൻ പ്രദേശത്തെ കൈവശ ഭൂമിക്കാരുടെ യോഗം ചേരുന്നത്. മേഖലയിലെ കൈവശ കൃഷിക്കാരും വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും യോഗത്തിൽ പങ്കെടുക്കും. വളരെ അടിവരയിട്ട് ഞങ്ങൾ സൂചിപ്പിക്കുന്നു. പാർട്ടി എന്ന നിലയിൽ പറയുന്നു, അർഹതപ്പെട്ടുള്ള മുഴുവൻ ആളുകളും ഈ ഗവൺമെന്റ് കാലത്ത് തന്നെ പട്ടയം കൊടുക്കും. ഇപ്പോൾ ഇവിടെ പട്ടയം കൊടുത്തതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പിന്നോട്ടുള്ളൊരു പരിശോധന നടത്തിയാൽ KT ജേക്കബ് പാഷാന്റെ കാലത്ത് കൊടുത്ത കുറ്റമറ്റ പട്ടയം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്ന റവന്യൂ മന്ത്രിമാരൊക്കെ കമ്മ്യൂണിസ്റ്റ് റവന്യൂ മന്ത്രിമാർ
80-ൽ സഹോ PS ശ്രീനിവാസനും ശേഷം സഹോ KE ഇസ്മയിലും അതിനുശേഷം സഹോ KP രാജേന്ദ്രൻ തുടങ്ങിവെച്ച തുടർ പ്രക്രിയ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജോലിയാണ് ഈ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇരട്ടയാർ പഞ്ചായത്തിലെ പത്തിയൻ പ്രദേശത്തെ കൃഷിക്കാരുടെയും ഷോപ്പ് സൈറ്റിൽ പട്ടയം ലഭിക്കാനുള്ള വ്യാപാരികളുടെയും യോഗം ചേരും. നാളെ നടക്കുന്ന യോഗം ES ബിജിമോൾ MLA ഉദ്ഘാടനം ചെയ്യും. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി മാത്യു വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തും. പത്തിയൻ പ്രദേശത്തെ എല്ലാ കർഷകരും യോഗത്തിൽ പങ്കെടുക്കണമെന്നും നേതാക്കളായ VR ശശി, VP കുട്ടപ്പൻ നായർ, മിനി നന്ദകുമാർ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. വ്യാജമദ്യ ലോബി യുവാവിനെ ആക്രമിച്ചതായി പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവും വാഴത്തോപ്പ് സ്വദേശിയുമായ വള്ളാടിയിൽ മാർട്ടിൻ അഗസ്റ്റിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീടിന് സമീപം ഓട്ടോയിൽ വന്നിറങ്ങവെയാണ് മാർട്ടിൻ ആക്രമിക്കപ്പെട്ടത്. കഴിഞ്ഞ കുറെ നാളായി വാഴത്തോപ്പ് മേഖല കേന്ദ്രീകരിച്ച് വ്യാജമദ്യ ലോബിയുടെ ശല്യം രൂക്ഷമായിരുന്നു. ഇവിടുത്തെ അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ പ്രവർത്തിച്ചതിലുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്ന് മാർട്ടിൻ പറഞ്ഞു. ഞാൻ വാഴത്തോപ്പ് വെള്ളത്താഴെ വന്ന് ഓട്ടോറിക്ഷയിൽ ഇറങ്ങുന്ന സമയത്ത് 2-3 വാഹനം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആരും അവിടെ കണ്ടില്ല. പക്ഷെ അവിടെ ഒളിച്ചു നിന്ന് മാരകായുധങ്ങളുമായി ഒളിഞ്ഞു നിന്നുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു. വാഴത്തോപ്പിലെ തന്നെ 3 യുവാക്കളാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത്. മാർട്ടിൻ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് കേസെടുത്തു. വണ്ടിപ്പെരിയാർ 57-ാം മൈലിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പത്തനംതിട്ടയിൽ നിന്നും റേഷനരിയുമായി ഗവിയിലെ റേഷൻ കടയിലേക്ക് വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വണ്ടിപ്പെരിയാർ 57-ാം മൈലിൽ ഇറക്കമിറങ്ങി വന്ന ലോറിയുടെ ബ്രേക്ക് തകരാറിലായതിനെ തുടർന്ന് സമീപത്തെ കട്ടക്കളത്തിലേക്ക് ഇടിച്ചു കയറ്റാൻ ഡ്രൈവർ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെട്ട് ലോറി റോഡിൽ തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. എക്സ്കവേറ്റർ ഉപയോഗിച്ച് വാഹനം ഉയർത്തിയ ശേഷമാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കിയത്. ദേശീയപാത 85-ൽ അടിമാലി ചാറ്റുപാറയിൽ കലുങ്ക് പൊളിഞ്ഞ് അപകടാവസ്ഥയിലായി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കലുങ്കിന്റെ കോൺക്രീറ്റ് തകർന്ന് കമ്പി പുറത്തു കാണാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. വിനോദസഞ്ചാരികളുടേതുൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി ദേശീയപാതയിലൂടെ കടന്നുപോകുന്നത്. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കോൺക്രീറ്റ് അടർന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപകടാവസ്ഥയിലായ കലുങ്ക് പുനർനിർമ്മിക്കാനായി ദേശീയപാത അതോറിറ്റി ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ദേശീയപാത അതോറിറ്റി എത്രയും വേഗം കലുങ്ക് നിർമ്മാണം നടത്തിയില്ലെങ്കിൽ വൻ അപകടമായിരിക്കും കാത്തിരിക്കുന്നത്. വളരെ വേഗതയിലാണ് വാഹനങ്ങൾ ഇതുവഴി സഞ്ചരിക്കുന്നത്. ഇവിടെ വലിയ വളവുമുണ്ട്. അല്ലാതെ തന്നെ പലവിധ അപകടങ്ങൾ ഉണ്ടാകുന്ന ഈ മേഖലയിൽ കലുങ്ക് കൂടി അപകടാവസ്ഥയിലായതോടെ ഡ്രൈവർമാർ ഭീതിയോടെയാണ് ഇതുവഴി വാഹനവുമായി കടന്നുപോകുന്നത്. ചാറ്റുപാറയിലെ അപകടാവസ്ഥയിലായ കലുങ്ക് ഉടൻ പുനർനിർമ്മിച്ച് സഞ്ചാരികൾ ഉൾപ്പെടെ വാഹനയാത്രികർക്ക് സുരക്ഷിത യാത്ര ഒരുക്കണമെന്നാണ് ഡ്രൈവർമാരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം. വാഴത്തോപ്പ് ഗിരിജ്യോതി കോളേജിലെ വിദ്യാർത്ഥികളുടെ ശ്രമദാന പദ്ധതി ശ്രദ്ധേയമായി. റോഡ് ശുചീകരണം നടത്തിയാണ് വിദ്യാർത്ഥികൾ സാമൂഹിക പ്രതിബദ്ധത ഉറപ്പുവരുത്തിയത്. വാഴത്തോപ്പ് ഗിരിജ്യോതി കോളേജിലെ വിദ്യാർത്ഥികളാണ് ശ്രമദാനവുമായി രംഗത്ത് വന്നത്. വഞ്ചിക്കവല മുതൽ കോളേജ് ജംഗ്ഷൻ വരെയുള്ള റോഡുകളുടെ വശങ്ങളിലെ കാട് വെട്ടിത്തെളിക്കുക വഴി ഡ്രൈവർമാർക്ക് ദൂരക്കാഴ്ച സാധ്യമാക്കുകയും അപകടം ഒഴിവാക്കുകയുമായിരുന്നു ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിലധികം അപകടങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ മാതൃകാ പദ്ധതിയുമായി രംഗത്ത് വന്നത്. വിദ്യാർത്ഥികൾ പാഠപുസ്തകത്തിൽ നിന്നുള്ള അറിവുകൾക്കപ്പുറം സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുവാനും അതുവഴി പൊതു അറിവുകൾ നേടുവാനും ശ്രമിക്കണമെന്ന് പ്രിൻസിപ്പാൾ ഫാദർ ടോജി പുത്തൻകടുപ്പിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഒരു വാഹനാപകടങ്ങളൊക്കെ ഉണ്ടായി. പള്ള വളർന്ന് റോഡിന്റെ സൈഡ് മറിഞ്ഞുപോയി. അതിന്റെ പേരിലാണ് അവിടെ അപകടം ഉണ്ടായത്. അങ്ങനെ മനുഷ്യന് അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പള്ളകൾ വളർന്നത് മാറ്റുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം. വിദ്യാഭ്യാസം എന്നത് പുസ്തകത്തിലെ കുറെ അക്ഷരങ്ങൾ മനഃപ്പാഠമടിച്ച് പഠിക്കുക എന്നുള്ളതല്ല, മറിച്ച് സാമൂഹികമായിട്ടുള്ളൊരു പ്രതിബദ്ധത, മറ്റ് സഹജീവികളോടുള്ള ഒരു കാരുണ്യം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തേണ്ടതായിട്ടുണ്ട്. അധ്യാപകരായ സാബു പൗലോസ്, ജോസഫ്, വിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തോപ്രാംകുടി ഉദയഗിരിയിൽ സാമൂഹ്യവിരുദ്ധ ശല്യം വർദ്ധിക്കുന്നു. സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരുന്ന ദിശ ബോർഡ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. തോപ്രാംകുടി കട്ടപ്പന റോഡ് ടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കിയിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ദിശാസൂചിക ബോർഡുകളോ അപകട മുന്നറിയിപ്പ് ബോർഡുകളോ ഇനിയും സ്ഥാപിച്ചിട്ടില്ല. സന്നദ്ധ സംഘടനകളും സ്വാശ്രയ സംഘങ്ങളും സ്ഥാപിച്ച ബോർഡുകളാണ് ഡ്രൈവർമാർക്ക് ഇപ്പോൾ ആശ്രയം. ഉദയഗിരി പൊൻപുലരി SHG ഉദയഗിരിയിൽ തങ്കമണിക്ക് തിരിയുന്ന കവലയിൽ സ്ഥാപിച്ചിരുന്ന ദിശാ ബോർഡാണ് കഴിഞ്ഞ രാത്രിയിൽ മദ്യപസംഘം തകർത്തത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട പ്രദേശവാസികളായ ഒരുപറ്റം യുവാക്കളാണ് ഇതിന് പിന്നിലെന്ന് സംഘാംഗങ്ങൾ പറഞ്ഞു. അടിമാലി കട്ടപ്പന റോഡിൽ ഉദയഗിരി തങ്കമണി റോഡിലും മധ്യ സൈഡിലായിട്ട് ഞങ്ങൾ പൊൻപുലരി കർഷക സംഘത്തിൻ്റെ പേരിൽ പിരിവെടുത്ത് ഞങ്ങളൊരു ദിശാ ബോർഡ് വെക്കുകയും ഉദയഗിരിയിൽ മദ്യപാന്മാർ സന്ധ്യ മുതൽ ഒരു 12 മണി വരെയൊക്കെ മദ്യം അടിച്ചിട്ട് ഇവിടെ വിഹരിക്കുകയും ഇന്നലെ രാത്രിയിൽ ഈ ബോർഡ് അടിച്ചു
ഞങ്ങൾക്ക് ഇത് ഈ ബുദ്ധിമുട്ട് വളരെയാണ്. ഈ വേസ്റ്റ് പറക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞങ്ങൾ പ്രായമായ 2 കാരണന്മാരാണ് ഈ വീട്ടിലുള്ളത്. ഇന്നലെ രാത്രി ഭയന്നാണ് ഞങ്ങൾ ഈ വീട്ടിൽ കിടന്നത്. 12 മണി രാത്രി വരെ ഈ തിണ്ണയ്ക്ക് ഇവന്മാര് ഭയങ്കര പ്രശ്നമായിരുന്നു. കാലങ്ങളായി ഉദയഗിരിയിൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണ്. പരസ്യമായി മദ്യപിച്ച് അസഭ്യം പറയുക, വഴിയാത്രക്കാരെ ഉപദ്രവിക്കുക, പൊതുമുതൽ നശിപ്പിക്കുക, കൃഷിയും സംരക്ഷണവേലിയും നശിപ്പിക്കുക തുടങ്ങിയ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പോലീസ് അടിയന്തരമായി ശ്രദ്ധിക്കണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പൊൻപുലരി സ്വാശ്രയ സംഘം പ്രസിഡന്റ് സിബി അമ്പലത്തുങ്കൽ, സെക്രട്ടറി ബിനോയ് തോപ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘാംഗങ്ങൾ തങ്കമണി പോലീസിൽ പരാതിയും നൽകി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ LDC പരീക്ഷയും ക്ലാസും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഴ നോക്കി നിൽക്കുന്ന വേഴാമ്പലുകളെ പോലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് കേരളത്തിലുള്ളത്. അതിന് കാരണമായിട്ടുള്ളത് നമ്മുടെ തൊഴിൽ സാധ്യതകൾ, തൊഴിൽപരമായ ആവശ്യങ്ങൾ. അത് ഒരു പരിധിവരെ മാത്രമേ ഇപ്പോഴും സാധ്യമായിട്ടുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഒരു ജോലി ലഭിച്ചാൽ അതിൻ്റെ ഔന്നത്യത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. ആ തിരിച്ചറിവിൻ്റെ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ യുവജന പ്രസ്ഥാനങ്ങൾ സർക്കാർ ജോലിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ചെറുപ്പക്കാർക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എല്ലാ രംഗത്തും കൈക്കൊണ്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് LDC മത്സര പരീക്ഷയും ക്ലാസും സംഘടിപ്പിച്ചത്. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സജീവ് KS അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് പ്രസിഡന്റ് ബിജോ മാണി മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി TS ബേബി, ജോയി ആനിത്തോട്ടം, നഗരസഭാ കൌൺസിലർമാരായ ലൌലി ഷാജി, തങ്കമണി രവി, NGO അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PM ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. അടുത്ത മാസം നടക്കുന്ന LDC പബ്ലിക് പരീക്ഷയ്ക്ക് മുന്നോടിയായാണ് പരിപാടി സംഘടിപ്പിച്ചത്. KSU ജില്ലാ സെക്രട്ടറിമാരായ ജോജി ജോസഫ്, ജിതിൻ ഉപ്പുമാക്കൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ അലൻ പാർത്താഴെ, മഹേഷ് കല്ലുകുന്ന്, ജിജോ ജോസഫ്, AS രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള പീപ്പിൾസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. കട്ടപ്പന നഗരസഭാ കൌൺസിലർ ബിന്ദുലത രാജു ഉദ്ഘാടനം ചെയ്തു. എല്ലാ പിള്ളേരും A+ ഒക്കെ മേടിച്ച പിള്ളേർക്ക് കൂടി ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരുപാട് തുക കൊടുക്കണം, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന കുടുംബം നമ്മുടെ കൺമുമ്പിൽ തന്നെ, ഞാൻ പ്രദാനം ചെയ്യുന്ന വാർഡിൽ തന്നെ ഞാൻ നിരവധിയായി കണ്ടുവരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഈ KPO എന്ന് പറയുന്ന ഒരു സംഘടന അവരാൽ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ ഒരു സഹായം നിങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇതുപോലൊരു പരിപാടി വിളിച്ചു. കേരള പീപ്പിൾസ് ഓർഗനൈസേഷൻ KPOയുടെ നേതൃത്വത്തിലാണ് നിർധന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്തത്. സമ്മേളനത്തിൽ KPO ജില്ലാ വൈസ് പ്രസിഡന്റ് തങ്കമരാജ് അധ്യക്ഷയായിരുന്നു. സ്കോളർഷിപ്പ് വിതരണം അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ റോയ് വി രാജ് നിർവഹിച്ചു. PK പൊന്നച്ചൻ, അഗസ്റ്റിൻ മാത്യു, ബാബു പൌലോസ്, തോമസ് ഒമ്പേനെ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നമസ്കാര സമയം. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് വിത്ത് ഗോൾഡൻ മൊമെന്റ്സ്, KG's Jewelry, in association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. ചരിത്ര അവശേഷിപ്പുകളുടെ ഓർമ്മകളുമായി ഒരു ഗ്രാമം. പ്രകൃതിയുടെ കരവിരുതിൽ തീർത്ത മനോഹരമായ ഗുഹയും പാറയിടുക്കുകളുമാണ് ഇരട്ടിയാർ പൂവേഴ്സ് മൗണ്ട് മലനിരകളെ വേറിട്ടതാക്കുന്നത്. നേർക്കാഴ്ചയിലേക്ക്. ചരിത്രത്തിന്റെ തിരിശേഷിപ്പുകൾ അവശേഷിക്കുന്നില്ലെങ്കിലും ചരിത്രകഥകൾ ഇവിടുത്തെ പഴമക്കാർക്ക് പറയാൻ ഒരുപാട്. ഹൈറേഞ്ചിലെ പ്രധാന കുടിയേറ്റ ഗ്രാമങ്ങളായ ഉപ്പുകണ്ടത്തിനും ചക്കക്കാനത്തിനും ഇടയിലുള്ള ചില പാറയിടുക്കുകളും മുനിയറകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന പരന്ന കല്ലുകളുടെ സാന്നിധ്യവുമാണ് ഇവിടെ ചരിത്രത്തിന്റെ വാതായനങ്ങൾ തുറക്കുന്നത്. ഇരട്ടിയാർ ഉപ്പുകണ്ടം കോളനിയിൽ നിന്നും കാട്ടുപാതയിലൂടെ വേണം ഈ മലനിരകളിലെത്താൻ.
പ്രകൃതിയുടെ കരവിരുതിൽ തീർത്ത ഗുഹയും കൂറ്റൻ പാറക്കെട്ടിന് മുകളിൽ വളർന്നു നിൽക്കുന്ന ചോലമരവുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കുടിയേറ്റ കാലത്തിനു മുമ്പ് ഈ പ്രദേശത്ത് മുനിമാർ താമസിച്ചിരുന്നതായും മുനിയറയുടെ അവശിഷ്ടങ്ങളും നന്നങ്ങാടികളും ഉള്ളതായും പ്രദേശവാസികൾ പറയുന്നു. അപ്പോൾ ഈ മഹർഷിമാരൊക്കെ ഉണ്ടായിരുന്നാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അവശിഷ്ടങ്ങൾ പിന്നീട് കണ്ടപ്പോഴത്തേന് ഇവിടെ മഹർഷീശ്വരന്മാർ താമസിച്ചായിരുന്നു ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണെന്ന് ശിലായുഗ സമ്പ്രദായത്തിൽ ഒരു ഇതാണെന്ന് ബോധ്യം മനുഷ്യന് വന്നു. പക്ഷേ അതൊക്കെ ഒന്നും പിന്നെ 2 തലമുറ കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ എല്ലാം മനുഷ്യർ ആർപ്പായി അന്നുണ്ടായിരുന്ന അവശിഷ്ടങ്ങളൊക്കെ തല്ലിപ്പൊട്ടി ചെയ്ത് പിന്നെ അതിനോട് വലിയ ജാഗ്രതയൊന്നും ഉള്ള ആൾക്കാരൊന്നും അല്ലായിരുന്നു. പോരാത്തിന് കൃഷിധാന്യ മേഖലയാണ് ഇവിടെ കൂടുതൽ. ചോലമരത്തിന്റെ വേരുകളാൽ പിളർന്നു നിൽക്കുന്ന കൂറ്റൻ പാറയും മലനിരകളിൽ നിൽക്കുന്ന ഔഷധ സസ്യങ്ങളും എല്ലാം പ്രകൃതിയുടെ മനോഹാരിത എടുത്തുകാട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്കെത്തുന്നവർ നിരാശരായി മടങ്ങില്ല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. In association with ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന മാസ് എന്റർപ്രൈസസ് വണ്ടൻമേട് ഏലക്ക ലേലവിവരം. ആകെ ലോട്ട് 226. വിൽപ്പനയ്ക്ക് വന്നത് 35,399. വിൽപ്പന നടന്നത് 35,296. കൂടിയ വില 1,266. ശരാശരി വില 1,014. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 470 രൂപ. ഏലം കൂടിയത് 920, ശരാശരി 840. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 117 രൂപ. ഗ്രാമ്പു 600 രൂപ. കൊക്കോ 32 രൂപ. റബ്ബർ 108 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2695 രൂപ. വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. കാട്ടാന ഭീതി വിട്ടൊഴിയാതെ ഹൈറേഞ്ച്. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ആനത്താരയിലെ കയ്യേറ്റക്കാരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. മഴ കുറയുന്നത് ഹൈറേഞ്ചിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. പെരിയാറ്റിൽ ഇനിയും നീരൊഴുക്ക് ആയില്ല. ഇടുക്കി മെഡിക്കൽ കോളേജ് നിർത്തലാക്കിയത് LDF സർക്കാരിന്റെ രാഷ്ട്രീയ പരാജയമാണെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതുവരെ സമരം ശക്തമാക്കുമെന്നും DCC പ്രസിഡന്റ്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം നൽകാത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇരട്ടിയാർ പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.